വിശുദ്ധനാടിൻ്റെ ചരിത്രഭൂമിശാസ്ത്രത്തിലെ രണ്ടാം പാഠമാണിത്. ഇസ്രായേൽ ഭൂഖണ്ഡങ്ങൾക്കിടയിലെ ഒരു പാലമാണെന്ന് ഇന്ന് കാണിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതാണ് ഇസ്രായേൽ. ഇത് ഏകദേശം 350 മൈൽ നീളവും 60 മൈൽ വീതിയുമാണ്. ഇതിൻ്റെ മുകളിൽ താഴേക്കാൾ കുറച്ച് വീതിയുണ്ട്. എന്നാൽ ഇസ്രായേൽ ഇവിടെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഉള്ള മിസ്രൈമിനും ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഉള്ള മെസൊപ്പൊട്ടാമിയയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. യൂറോപ്പ് പടിഞ്ഞാറ് മധ്യധരണ്യ കടലിന് അകത്താണ്. നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ ഇവയാണ് മെസൊപ്പൊട്ടാമിയയും അശ്ശൂരുമുള്ള വലിയ ഭാഗങ്ങൾ. അവയ്ക്ക് 2 നദികളുണ്ട്. ടൈഗ്രിസ് നദി ഇവിടെ രാജ്യത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആരംഭിക്കുന്നു. ഇത് അല്പം വടക്കോട്ട് ഒഴുകി പിന്നെ തെക്കുകിഴക്കോട്ട് തിരിഞ്ഞ് ഗൾഫിലേക്ക് പോകുന്നു. പിന്നീട് യൂഫ്രട്ടീസ് നദിയും ഏകദേശം അതേ സ്ഥലത്ത് ആരംഭിക്കുന്നു. പക്ഷേ ഇത് തെക്കോട്ട് ഒഴുകി വലിയ ഒരു വളവ് എടുത്ത് തെക്കുകിഴക്കോട്ട് എത്തി ഗൾഫിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ടൈഗ്രിസ് നദിയുമായി ചേരുന്നു. ഈ 2 നദികളും ഭൂമിയുടെ കൃഷിക്ക് വളരെ പ്രധാനമാണ്, കാരണം അവ ജലസേചനം ചെയ്യപ്പെടുന്നു. ഈ മുഴുവൻ പ്രദേശവും ടൈഗ്രിസ്, യൂഫ്രട്ടീസ് നദികൾ വഴി ജലസേചനം ചെയ്യപ്പെടുന്നു. അവ ഗതാഗതത്തിനും ഉപയോഗിക്കുന്നു. ഈ നദി ഉപയോഗിച്ച് ഒരു വ്യക്തിക്ക് രാജ്യത്തിൻ്റെ മുഴുവൻ ദൈർഘ്യം യാത്ര ചെയ്യാൻ കഴിയും. ഇപ്പോൾ തെക്കും പടിഞ്ഞാറും ഈജിപ്ത് രാജ്യമാണ്. നൈൽ നദി ഈജിപ്ത് രാജ്യത്തിലൂടെ ഒഴുകുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ഇവിടെ നിന്ന് തെക്കായി ആഫ്രിക്കയുടെ മധ്യഭാഗത്തു നിന്നാണ് വരുന്നത്. അതിനുശേഷം ഇത് ഈ വളഞ്ഞ വഴിയിലൂടെ ഒഴുകി ഈ സ്ഥലത്ത് ഇവിടെ എത്തുന്നു. ഇതെല്ലാം മുകളിലെ ഈജിപ്ത് എന്ന് കണക്കാക്കപ്പെടുന്നു, കാരണം ഇത് ഉയർന്നതാണ്. ഡെൽറ്റയുടെ ഈ പ്രദേശം താഴത്തെ ഈജിപ്ത് എന്ന് വിളിക്കപ്പെടുന്നു. നൈൽ നദി ഓരോ വർഷവും പ്രളയമുണ്ടാക്കും. നദിക്ക് അടുത്തുള്ള പ്രദേശത്തെ ജലസേചനം ചെയ്യും. അത് പിന്നീട് വിളകളുടെ അടിസ്ഥാനമായി രൂപപ്പെട്ടു. അത് പ്രളയമുണ്ടാക്കും. പിന്നെ അവർ വീണ്ടും വിത്ത് വിതയും. അവർ അവരുടെ വിളകൾ നട്ടുപിടിപ്പിക്കും. ഇത് ഗതാഗതത്തിനും ഉപയോഗിച്ചിരുന്നു. അതിനാൽ നദീതടങ്ങൾ എന്ന് വിളിക്കുന്ന ഈ 2 പ്രദേശങ്ങളും കൃഷിക്കും ഗതാഗതത്തിനും ഉപയോഗിക്കുന്ന തരത്തിലുള്ളവയാണ്. ഇനി നമുക്ക് ഇസ്രായേലിനെ അടുത്തു പരിശോധിക്കാം. ഇത് ഈ മറ്റ് 2 വലിയ ഘടകങ്ങളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് കാണുക. ഇനി ഞാൻ ഇസ്രായേൽ രാജ്യത്തെക്കുറിച്ച് അഥവാ വിശുദ്ധഭൂമിയെക്കുറിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന ഈ ഭൂപടം കിഴക്കോട്ട് അഭിമുഖീകരിച്ചിരിക്കുന്നതായി ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. മറ്റൊരു വാക്കുകളിൽ കിഴക്ക് മുകളിലാണ്. ഞാൻ മെസൊപ്പൊട്ടാമിയയ്ക്കും ഈജിപ്തിനും ഉപയോഗിച്ച ഭൂപടം വടക്കോട്ട് അഭിമുഖീകരിച്ചിരിക്കുന്നു. അതിനാൽ ബൈബിളിലെ എല്ലാ ദിശകളും പഴയ നിയമത്തിൽ കിഴക്ക് ആണ് വ്യക്തി അഭിമുഖീകരിക്കുന്ന ദിശയായി നൽകിയിരിക്കുന്നതെന്ന് നിങ്ങളുടെ ചിന്തയിൽ കുറച്ച് മാറ്റം വരുത്തേണ്ടി വരും. ഇസ്രായേൽ ദേശം മെസൊപ്പൊട്ടേമിയ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം അബ്രഹാമിനോട് ദേശം നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ അന്നേ ദിവസം യഹോവ അബ്രഹാമിനോട് ഒരു ഉടമ്പടി ചെയ്തു പറഞ്ഞു, നിന്റെ സന്തതികൾക്ക് ഞാൻ ഈ ദേശം നൽകുന്നു. മിസ്രയീം നദിയിൽ നിന്ന് മഹാനദിയായ യൂഫ്രട്ടീസ് വരെ കേന്യർ, കദ്മോന്യർ, ഹിത്യർ, പെരിസ്യർ, രഫായർ, അമോര്യർ, കനാന്യർ, ഗിർഗശ്യർ, യെബൂസ്യർ എന്നിവരുടെ ഭൂമി. ഇപ്പോൾ കേന്യരും പിന്നീട് ഇസ്രായേലിനൊപ്പം ചേർന്നു. അവർ മോശയുടെ അമ്മായിയപ്പനിൽ നിന്നുള്ളവരായിരുന്നു. ഹിത്യരും അമോര്യരും വളരെ വലിയ രാജ്യങ്ങളായി അറിയപ്പെടുന്നു. കനാന്യർ എന്നത് തെറ്റായ പേരാണ്. ഇത് ഒരു പ്രത്യേക കൂട്ടരെയോ ഒരു പ്രത്യേക സ്ഥലത്തെയോ സൂചിപ്പിക്കുന്നില്ല.
ഇത് സമഗ്രമായ ശീർഷകം അല്ല. ഗിർഗശ്യർ, റെഫായിർ, പെരിസ്യർ, യെബൂസ്യർ എന്നിവരെ ഇപ്പോഴും അറിയപ്പെടുന്നില്ല. ആവർത്തനം 11:24 മോശെ നമ്മോട് പറയുന്നു, നിങ്ങൾ കാൽ വയ്ക്കുന്ന എല്ലാ സ്ഥലങ്ങളും നിങ്ങളുടേതായിരിക്കും. മരുഭൂമിയിൽ നിന്ന് ലെബനോൻ വരെ, യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് പടിഞ്ഞാറൻ സമുദ്രം വരെ. ഇപ്പോൾ അവർ മിസ്രയീം നദിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ ഇവിടെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പിന്നെ അവർ ലെബനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഇതിൻ്റെ വടക്ക് ഭാഗത്തായിരിക്കും. ഈ മുഴുവൻ പ്രദേശവും ഇസ്രായേലിന് നൽകിയിരിക്കുന്നു. ഇതും ശലോമോൻ്റെ സ്വാധീന മേഖലയാണ്. ഈജിപ്ത് നദി മുതൽ ആരംഭിച്ച പ്രദേശം ശലോമോൻ ഭരിച്ചിരുന്നു. തെക്കു പടിഞ്ഞാറായി വടക്കും കിഴക്കുമായി 100 കണക്കിന് മൈലുകൾ അകലെയുള്ള യൂഫ്രട്ടീസ് നദി വരെ. പേർഷ്യൻ കാലഘട്ടത്തിൽ ഇസ്രായേലിയർ തടവിൽ നിന്ന് മടങ്ങിയപ്പോൾ പേർഷ്യക്കാർ ഭരിച്ചിരുന്നു. അവർക്ക് നദിക്ക് അപ്പുറം പ്രവിശ്യ എന്ന് വിളിക്കുന്ന ഒരു പ്രദേശമുണ്ടായിരുന്നു. അത് പടിഞ്ഞാറുള്ള എല്ലാം ആണ്. യൂഫ്രട്ടീസ് നദി ഒരു പ്രവിശ്യയായി കണക്കാക്കപ്പെടുന്നു. ഇസ്രായേൽ ആ പ്രവിശ്യയിൽ ഉൾപ്പെടുന്നു. ഇപ്പോൾ ഇസ്രായേൽ തന്നെ സൗകര്യപ്രദമായി 4 പ്രദേശങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഇവയെക്കുറിച്ച് നാം വിശദമായി സംസാരിക്കും. ആദ്യം തീരപ്രദേശം, പിന്നെ മധ്യപർവ്വതങ്ങൾ, ജോർദാൻ റിഫ്റ്റ് താഴ്വര, ട്രാൻസ് ജോർദാൻ പീഠഭൂമി എന്നിവയുണ്ട്. ഒന്നാമതായി തീരദേശ മേഖലയുടെ പടിഞ്ഞാറൻ ഭാഗം ഭൂരിഭാഗവും മഴയാൽ മൂടപ്പെട്ടിരിക്കുന്നു എന്നത് നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് അത് കാണാൻ കഴിഞ്ഞേക്കില്ല, പക്ഷേ തീരത്ത് ധാരാളം മണൽക്കൂനകളുണ്ട്. ഇന്നും ഇത് സഖ്യമാണ്. ധാരാളം മണൽക്കൂനകളുണ്ട്. അതിനാൽ യാത്ര സാധാരണയായി കിഴക്കോട്ട് തീരത്തിൽ നിന്ന് പല മൈൽ അകലെ. ഇത് 3 അല്ലെങ്കിൽ 4 മൈൽ അല്ലെങ്കിൽ അതിലധികം ആകാം. ഇവ കഠിനമായ മണൽക്കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവയെ ഖുഡ്കർ എന്ന് വിളിക്കുന്നു. ഇത് അത്ര കഠിനമാണ്, വെള്ളം അതിലൂടെ കടന്നു പോകുന്നില്ല. ഇതിൽ പലതും വെള്ളം പിന്നിൽ നിൽക്കുമ്പോൾ തിരികെ വരും. അത് ഒരു ചതുപ്പുനിലം പോലെയാകും. അതിനാൽ നിങ്ങൾ തൊട്ടടുത്തുള്ള തീരപ്രദേശം ഒഴിവാക്കണം. എന്നാൽ ഇത് ആദ്യ പ്രദേശമാണ്, തീരത്തോട് ചേർന്ന സമതലം. ഇവിടെ ഈ പ്രദേശത്തുള്ള ഷാരോൺ സമതലവും ഇതിൽ ഉൾപ്പെടുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ വീണ്ടും പ്രശ്നമാവുന്ന മണൽക്കുന്നുകൾ അവിടെയുണ്ട്. ഒരു നദി മാത്രമേയുള്ളൂ. കിഷോൻ നദി മധ്യധരണിയിലേക്ക് ഒഴുകുന്നു. എന്നാൽ അതിൻ്റെ പ്രവർത്തനം വളരെ ചുരുങ്ങിയതും പരിമിതവുമാണ്. അതിനാൽ ഇത് ഗതാഗതത്തിനോ ജലസേചനത്തിനോ ഉപയോഗിക്കാറില്ല. ഷാരോൺ സമതലത്തിലെ ഈ പ്രദേശത്തെ മണ്ണ് ഇത്തരത്തിലുള്ളതിനാൽ അത് കൃഷിക്ക് അനുയോജ്യമല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർക്കുള്ള ആധുനിക സൗകര്യങ്ങൾ കാരണം അവർക്ക് അതിൽ ജലസേചനം നടത്താൻ കഴിയും. അവർക്ക് അതിൽ വളപ്രയോഗം നടത്താനും കഴിയും. സിട്രസ് പഴങ്ങൾ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണിത്. ഇപ്പോൾ നമുക്ക് ഷാരോൺ സമതലത്തിൽ നിന്ന് മധ്യപർവ്വത നിരയിലേക്ക് നീങ്ങാം. നമുക്ക് ആദ്യം വടക്ക് ലെബനനാണ്. അവിടെ ദേവദാരു മരങ്ങളുണ്ട്, പക്ഷേ അത് വടക്കാണ്. വിശുദ്ധ ഭൂമിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഗലീലയുണ്ട്. അത് ഈ പ്രദേശം മുഴുവൻ ഉൾക്കൊള്ളുന്നു, പക്ഷേ അത് 2ആയി വിഭജിക്കപ്പെട്ടു. ഒരു ഇടവേള ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. വടക്കൻ ഗലീലി ഉയർന്നതാണ്, ഏകദേശം 3500 അടി ഉയരത്തിൽ. ഇത് ഒരു സമതല പ്രദേശം പോലെയാണ്. ആ പ്രദേശത്ത് യാത്ര ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. താഴ്ന്ന ഗലീലി കുറഞ്ഞത് 1000 അടി താഴ്ന്നതാണ്. കൈവിരലുകൾ പോലെ കാണപ്പെടുന്ന ഈ കുന്നുകൾ ഉണ്ട്. ഗലീലിയിൽ യാത്ര ചെയ്യുന്നത് എളുപ്പമാണ്. പിന്നെ നിങ്ങൾക്ക് ജസ്രി താഴ്വരയുണ്ട്. ഇത് മുഴുവൻ വിശുദ്ധ നാട്ടിലെയും പ്രധാന കാർഷിക ഭൂമിയായിരുന്നു. ഇവിടെ പർവ്വതങ്ങളിൽ നിന്ന് ഒഴുകിയ മണ്ണാണ്. ഇത് സിനമോണിയൻ ആണ്. സിനമോണിയൻ കാലാവസ്ഥയിൽ വളരെ നല്ല ചുവപ്പ് മണ്ണായി മാറുന്നു.
ഇത് വളരെ ഉൽപാദനക്ഷമമാണ്. അതിനാൽ ജസ്രിയിൽ താഴ്വര മികച്ച കൃഷിയിടം ആയിരുന്നു. പിന്നെ ഗലീലിക്കും ശമരിക്കും ഇടയിലുള്ള കാർമൽ പർവ്വതമുണ്ട്. ഇപ്പോൾ ജസ്രിയിൽ താഴ്വരയിൽ പ്രധാന നഗരങ്ങൾ ഉണ്ട്. ഇവിടെ മെഗിദ്ദോയും താനാജും ഉണ്ട്. ബേത്ത് ഹൗഗോൺ, ഇബ്ലിയം എന്നിവയും. ഇവയെല്ലാം കാർമൽ പർവ്വതനിരകളിലൂടെ കടന്നുപോകുന്ന പാതകളിലാണ്. പിന്നീട് നാം ശമരിയിലെത്തുന്നു. ശമരിയിൽ വളരെ പ്രധാനപ്പെട്ട നഗരമായ ശെഖേമും തിർസയും ശമരിയും ഉണ്ട്. ശമരി കുറച്ചു കാലത്തിന് ശേഷം വികസിപ്പിച്ചെടുത്തതാണ്. എന്നാൽ ഇവിടെ നോർത്ത് സാമ്രാജ്യത്തിൻ്റെ ആദ്യ തലസ്ഥാനമായിരുന്ന തിർസയുണ്ട്. പിന്നീട് അവർ നഗരത്തെ ഇവിടെ ശമരിയിലേക്ക് മാറ്റി. ശമരിയുടെ തെക്കൻ ഭാഗത്ത് മിസ്പ, ബേഥേൽ, ഷിലോ എന്നിവയുണ്ട്. പഴയ നിയമ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നഗരസമൂഹം. ശമരിയിൽ നിന്ന് യഹൂദ മലനുകളിലേക്ക് നീങ്ങുമ്പോൾ ഇവിടെ വീണ്ടും വളരെ പ്രധാനപ്പെട്ട നഗരങ്ങളുണ്ട്. യെരൂശലേം ഇവിടെ ഉണ്ട്. യെരൂശലേമിൽ നിന്ന് തെക്കോട്ട് കുറച്ച് ദൂരെയായി ബേത്ത്ലഹേമിലേക്ക് പോകുന്നു. യെരൂശലേമിൽ നിന്ന് ബേത്ത്ലഹേം വരെ ഏകദേശം 7 മൈൽ ദൂരമുണ്ട്. അതിനുശേഷം ബേത്ത് സൂർ, ഹെബ്രോൻ, എയിൻഗേഡി. ഇനി എൻഗേഡി ചാവുകടലിൻ്റെ തീരത്തായിരിക്കും. അത് അവിടെ തന്നെ ആയിരിക്കണം. അതിനുശേഷം കേന്ദ്ര മലനിരകളും തീരപ്രദേശവും തമ്മിലുള്ള താഴ്ന്ന പ്രദേശമായ ഷെഫേലായിലേക്ക് എത്തുന്നു. ഈ പ്രദേശത്ത് പല കോട്ടകളും ഉണ്ടായിരുന്നു. കാരണം ഇവിടെ ഫെലിസ്ത്യർ ഉണ്ടായിരുന്നു. ഇസ്രായേലിയരും ഇവിടെ ഉണ്ടായിരുന്നു. അതിനാൽ പരസ്പരം സംരക്ഷിക്കാൻ ഇവിടെ പല കോട്ടകളും നിർമ്മിച്ചു. നമുക്ക് എയോൺ താഴ്വര, സോറോക്ക് താഴ്വര, എലാഹ് താഴ്വര എന്നിവയുമുണ്ട്. ഇപ്പോൾ എലാഹ് താഴ്വര ദാവീദ് ഗൊലിയാത്തിനെതിരെ പോരാടിയ സ്ഥലമാണ്. അതിനാൽ ഷെഫേല പ്രദേശത്ത് പല യുദ്ധങ്ങളും നടന്നിരുന്നു. പിന്നീട് നമുക്ക് നെഗെവ് ഉണ്ട്. നാം നെഗെവിനെ വിഭജിക്കുന്നു. നെഗെവ് ദക്ഷിണഭൂമിയാണ്. അതിനെ പടിഞ്ഞാറൻ നെഗെവ്, കിഴക്കൻ നെഗെവ് എന്നിങ്ങനെ വിഭജിക്കുന്നു. വടക്കൻ നെഗെവിൻ്റെ പ്രധാന ഭാഗം കുറവുള്ള പാളികളാൽ മൂടപ്പെട്ടിരിക്കുന്നു. LUSS. ഇത് വളരെ സുതാര്യമായ കാറ്റിൽ പറക്കുന്ന മണ്ണാണ്. മതിയായ രീതിയിൽ കൃഷി ചെയ്ത് ജലസേചനം ചെയ്താൽ ഇത് സമൃദ്ധമാണ്. അതിനാൽ നല്ല മഴ ലഭിച്ചാൽ ബേർഷെബയുടെ ചുറ്റുപാടുകളിൽ വിളകൾ വളർത്താൻ അവർക്ക് കഴിയും. സിക്ലാഗ് ഈ പ്രദേശത്തുമുണ്ട്. സിക്ലാഗ് ദാവീദിന് നൽകിയ നഗരമാണ്. അതാണ് പടിഞ്ഞാറൻ നെഗേവ്. പിന്നെ കിഴക്കൻ നെഗേവ്. ഇവിടെയുള്ള ആരാദ് നഗരമാണ്. ഇസ്രായേല്യർ ദേശത്തേക്ക് പോയി നിവാസികളുമായി യുദ്ധം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നിവാസികൾ നശിപ്പിച്ച ഹോർമ നഗരവും. തീരപ്രദേശം, മധ്യപർവ്വതങ്ങൾ, മൂന്നാമത് ജോർദാൻ റിഫ്റ്റ് താഴ്വര. ഇത് വിശുദ്ധ ഭൂമിയുടെ ഒരു പ്രത്യേകതയാണ്. ഇത് വടക്കിൽ ഹുല തടാകത്തിൽ ആരംഭിച്ച് ഗലീൽ കടലിലേക്ക് പോകുന്നു. ജോർദാൻ റിഫ്റ്റ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമാണ്. ഇത് ഏറ്റവും വലിയതും ആഴമുള്ളതുമായ റിഫ്റ്റാണ്. ഈ റിഫ്റ്റ് ലെബനോൻ ബേക്ക, ലെബനോൻ താഴ്വര, ഇസ്രായേലിലൂടെ ആഫ്രിക്കയുടെ ഹൃദയത്തിലേക്ക്. ആദ്യം ബേക്ക ഉണ്ട്. അത് ഈ മാപ്പിൽ നിന്ന് വടക്കോട്ട് ആണ്. അതിനുശേഷം ഈ പ്രദേശമായ ഹെർമോൻ പർവ്വതമുണ്ട്. ഇത് വിശുദ്ധ ഭൂമിയിലെ ഏറ്റവും ഉയർന്ന പർവ്വതമാണ്. പിന്നെ ഇവിടെ ഹുല താഴ്വര ഉണ്ട്. പിന്നെ ജോർദാൻ നദിയിൽ സോഹറും ഹോറും ഉണ്ട്. ഇപ്പോൾ നബിയുടെ അടിത്തട്ടിലുള്ള ചെറിയ പ്രദേശമാണ് സോഹർ.
ഖോർ ജീച്വാർ വിശാലവും ഉയർന്നതുമാണ്. എന്നാൽ ആ രണ്ട് ഘടകങ്ങളും ജോർദാൻ നദിയുടെ അടിഭാഗത്തിൻ്റെ ഭാഗമാണ്. അതിനുശേഷം ഇവിടെ എത്തുന്ന യർമൂക്ക് നദിയുണ്ട്. ജാവിക് നദി ഇവിടെ ഉണ്ട്. ജാവിക് നദി കനത്ത ചുവന്ന മണൽക്കല്ല് പാളിയാൽ മൂടപ്പെട്ടിരിക്കുന്നു. പിന്നെ നാം മരുഭൂമിക്കടലിലേക്ക് എത്തുന്നു. ഇപ്പോൾ യെരിഹോ ഈ പ്രദേശത്തെ പ്രധാന നഗരങ്ങളിൽ ഒന്നാണ്. ഇസ്രായേല്യർ ആദ്യമായി ഈ ഭൂമിയിൽ എത്തിയപ്പോൾ യെരിഹോ നഗരം പിടിച്ചു. അവർ ഈ പ്രദേശത്ത് യോർദാൻ കടന്ന് യെരിഹോ നഗരം പിടിച്ചു. അതിനുശേഷം നിങ്ങൾക്ക് അർണോൻ നദിയും സെരദ് നദിയും ഉണ്ട്. ഇവ മരിച്ച കടലിലേക്ക് ഒഴുകുന്ന ഉപനദികളാണ്. ചാവുകടലിൻ്റെ പടിഞ്ഞാറൻ തീരത്തിന് മുകളിലുള്ള ജൂഡിയൻ മരുഭൂമി സിനോണിയൻ ചുണ്ണാമ്പുകല്ലാണ്. ഇത് എളുപ്പത്തിൽ അഴുകുന്ന ഒരു മൃദുവായ ചുണ്ണാമ്പുകല്ലായി രൂപപ്പെടുന്നു. ഇത് ഒരു വെളുത്ത ചാരനിറത്തിലുള്ള ഉൽപാദനശേഷിയില്ലാത്ത മണ്ണായി മാറുന്നു. ഇത് വളരെ സുഷിരങ്ങളുള്ളതാണ്, വേഗത്തിൽ ഉണങ്ങുന്നു, യാത്രയ്ക്ക് വളരെ അനുയോജ്യമാണ്. വിശുദ്ധനാടിലെ പല മലകളുടെയും അടിയിൽ നിങ്ങൾക്ക് ഈ സിനോണിയൻ ചുണ്ണാമ്പുകല്ല് കാണാം. അത് യാത്രയ്ക്ക് ഉപയോഗിക്കുന്നു. തെക്കൻ അറബയിൽ റീഡ് കടലാണ്. അത് ഇവിടെ താഴെയായിരിക്കും. കൂടാതെ എലൈറ്റ് ഉൾക്കടലും വളരെ. ജോർദാൻ നദി സമുദ്രനിരപ്പിൽ താഴെയാണ്. ഇത് ഹുല താഴ്വരയിൽ ആരംഭിച്ച് സമുദ്രനിരപ്പിൽ നിന്ന് 600 അടി താഴേക്ക് പോകുന്നു. ചാവുകടലിൻ്റെ വടക്കൻ അറ്റത്ത് ഇത് സമുദ്രനിരപ്പിൽ നിന്ന് 1300 അടി താഴെയാണ്. പിന്നെ അത് ക്രമേണ ഉയരുന്നു. എലൈറ്റ് ഉൾക്കടലിലേക്ക് പോകുമ്പോൾ വീണ്ടും താഴേക്ക് വീഴുന്നു. ബാഷാൻ അവിടെയുണ്ട്. ബാഷാൻ ഇസ്രായേല്യർ 2 രാജാക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശത്തിൻ്റെ ഭാഗമാണ്. ഇവിടെയാണ് 2.5 ഗോത്രങ്ങൾ കുടിയേറിയത്. ഹാറ്റിൻ്റെ കൊമ്പുകളും മുറയുടെ കുന്നും അവിടെയുണ്ട്. കൂടാതെ അവ അഗ്നിപർവ്വത സജീവതയുടെ ഭാഗമായാണ് നിലനിൽക്കുന്നത്. ബസാൾട്ട് പാറക്കല്ലുകൾ യാത്രക്കും കൃഷിക്കും ഒരു ഗൗരവമായ തടസ്സമായി തുടരുന്നു. ഇപ്പോൾ ഗിലെയാദ് കിഴക്കൻ ഭാഗത്താണ്. നിങ്ങൾക്ക് ജാബേഷ് ഗിലെയാദ് ഉണ്ട്. അത് ഇവിടെയാണ്. കൂടാതെ നിങ്ങൾക്ക് പടമില്ലാത്ത കിഴക്കൻ ഭാഗത്തുള്ള ദൂരസ്ഥ ഗിലെയാദുമുണ്ട്. അതിനകത്തേക്ക് അതിൻ്റെ തെക്കായി മോവാബ് വരുന്നു. മലയിടുക്കിൽ മെദാബ ഉണ്ട്. ഇവിടെ ഒരു പഴയ കാലത്ത് ഭൂപടം കണ്ടെത്തിയിട്ടുണ്ട്. 6-ാം നൂറ്റാണ്ടിലേക്ക് പോകുന്ന നിലത്ത് ഒരു വിശുദ്ധ ഭൂമിയുടെ ഭൂപടം. പക്ഷേ ഹെഷ്ബോൻ, അറോർ എന്നിവയും ആ പ്രദേശത്തുണ്ട്. മോവാബിൻ്റെ തെക്കുഭാഗത്ത് എദോം ഉണ്ട്. എദോമിനെക്കുറിച്ച് രസകരമായ കാര്യം അവിടുത്തെ മണ്ണ് ചുവപ്പാണ്. ചുവപ്പ് എന്ന ഹീബ്രു വാക്കാണ് എദോം. അതിനാൽ മണ്ണിൽ നിന്നാണ് അതിൻ്റെ പേര് വന്നത്. ഇപ്പോൾ ഇസ്രായേലിൽ അല്ലെങ്കിൽ വിശുദ്ധ ഭൂമിയിൽ നിരവധി തടാകങ്ങൾ ഉണ്ട്. ഗലീലി കടൽ സാധാരണയായി കിന്നെരെത് കടൽ എന്ന് വിളിക്കപ്പെടുന്നു. കിന്നെരെത് എന്ന ഒരു നഗരമുണ്ട്. അത് തീരത്തും സ്ഥിതി ചെയ്യുന്നു. പിന്നെ സിദ്ദീം താഴ്വരയിലെ ഉപ്പുകടൽ അല്ലെങ്കിൽ ചാവുകടൽ. അതിനുശേഷം ഒരു പ്രധാന നദിയുണ്ട്. അത് യോർദാൻ നദിയാണ്. ഇത് ഈ പ്രദേശത്ത് കൂടി ഒഴുകി ചാവുകടലിൽ എത്തുന്നു. അതിനുശേഷം ഈജിപ്തിലെ വാടി അല്ലെങ്കിൽ ചെറുനദി. ഇത് ഈ മാപ്പിൻ്റെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്നു. കിഷോൻ നദി, യാർക്കോൻ നദി, ഖാന താഴ്വര, ജാവിക് നദി എന്നിവയുമുണ്ട്. ഇവ നദികൾ ഇസ്രായേലിലെ പ്രധാന ജലസ്രോതസ്സുകളാണ്. അവ ചാവുകടലിലേക്ക് കുറച്ച് വെള്ളം ഒഴുകാൻ അനുവദിക്കും, പക്ഷേ വളരെ കുറവായിരിക്കും. പിന്നെ അർണോൻ, സെരത്ത് നദികളും ഉണ്ട്.
ചാവുകടൽ രസകരമാണ്, കാരണം അതിന് പുറത്തേക്ക് ഒരു വഴിയുമില്ല. വെള്ളം ബാഷ്പീകരിക്കപ്പെടുകയും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നെഗറ്റീവ് കടലായി മാറുകയും ചെയ്തിരിക്കുന്നു. അവർ ചാവുകടലിൽ നിന്ന് ധാരാളം ധാതുക്കൾ എടുക്കുന്നു, പക്ഷേ അതിൻ്റെ ഉയരം വളരെ വേഗത്തിൽ കുറയുകയാണ്. അതിനാൽ മരിച്ച കടലിനോടനുബന്ധിച്ചുള്ള ഭൂമിയിൽ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഇവിടെ നടക്കുമ്പോൾ ആളുകൾ കുഴിയിൽ വീഴാം. അത് അടിസ്ഥാനപരമായി ഇസ്രായേൽ ദേശത്തെ സംഗ്രഹിക്കുന്നു. നമുക്ക് തീരദേശ സമതലമുണ്ട്, മധ്യപർവ്വതനിരകളുണ്ട്, ജോർദാൻ ജിഫ്റ്റ് താഴ്വരയുണ്ട്, ട്രാൻസ് ജോർദാൻ പീഠഭൂമിയുണ്ട്.